ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തിരുവചനത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഹോശേയ പ്രവചന പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. വരുവീൻ, നമുക്ക് യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വരാം. അവൻ നമ്മെ കടിച്ച് കീറിക്കളഞ്ഞിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ നമ്മുടെ മുറിവ് കെട്ടും. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറെ പ്രതീക്ഷ തരുന്ന, പ്രകാശം തരുന്ന, പ്രത്യാശ തരുന്ന ഒരു വാക്യമാണിത്. പഴയ നിയമ പ്രവചന ഗ്രന്ഥങ്ങളിലെ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകമായ ഹോശേയ പ്രവചന പുസ്തകം വടക്കൻ രാജ്യമായ ഇസ്രയേലിന്റെ നേർക്കുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. അല്ല, അതിനപ്പുറം ശാസനയാണ്, താക്കീതാണ്, മുന്നറിയിപ്പാണ്. ഈ പ്രവചനം എഴുതപ്പെട്ട കാലം BC 750-നും 725-നും ഇടയ്ക്കുള്ള കാലം. ഇസ്രയേലിന്റെ കരുത്തനായ ഭരണാധികാരി യെരോബെയാം രണ്ടാമന്റെ ഭരണകാലം. ഇസ്രയേലിന്റെ സുവർണ കാലഘട്ടമാണിത്. സമ്പൽ സമൃദ്ധിയുടെ കാലം. ഭൗതികമായ എല്ലാ പ്രതാപത്തോടും സുഖലോലുപതയോടും കൂടെ ജനങ്ങൾ കഴിയുന്ന കാലം. രാജ്യത്തിൻ്റെ അതിർവരമ്പുകളൊക്കെ വിസ്തൃതപ്പെടുത്തി കോട്ടകൊത്തളങ്ങൾ പണിതുയർത്തിയ കാലഘട്ടമാണ്. ഇസ്രയേലിന്റെ എന്നും ഭീഷണി അസീറിയയും ഈജിപ്തുമായിരുന്നു. അസീറിയയുമായി കപ്പം കൊടുത്തവരുമായി ബന്ധമുണ്ടാക്കിയും ഈജിപ്തുമായി സമാധാന ഉടമ്പടി ഉണ്ടാക്കിയും അവരുടെ ആക്രമണ ഭീഷണിയെ അതിജീവിച്ചൊരു കാലം. തികച്ചും സുരക്ഷിതമായൊരു കാലഘട്ടം. കാർഷികമായ അഭിവൃദ്ധിയും അതിൻ്റെ ഉച്ചസ്ഥായിയിലായിരുന്നു. മേൽത്തരം മാതള നാരങ്ങകളും മുന്തിരി കുലകളുമുള്ള കാലഘട്ടം. ഫലസമൃദ്ധമായ ഗോതമ്പ് വയലുകൾ, അതിൻ്റെ വിപണനം മൂലം അതിവേഗം ഇസ്രയേൽ വളർന്ന ഒരു കാലഘട്ടമായിരുന്നു. പുറമെ ഭൗതികമായ എല്ലാ പ്രതാപത്തിലും ഉയർച്ചയിലും ഇസ്രയേൽ ആയിരിക്കുമ്പോൾ തന്നെ അകമേ ആധ്യാത്മികമായ പാപ്പരത്വത്തിലൂടെ ഇസ്രയേൽ കടന്നുപോയ കാലഘട്ടമായിരുന്നു. യഹോവയോടുള്ള ആരാധന അർത്ഥശൂന്യമായൊരു കാലഘട്ടം. ദൈവത്തെ ആരാധിക്കേണ്ട ബഥേലിലും ദാനിലും സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിക്കുന്ന വല്ലാത്തൊരു തരംതാണ കാലം. വിഗ്രഹാരാധന മാത്രമല്ല, രക്തപാതകം, ചതിവ്, വഞ്ചന, വ്യഭിചാരം, മോഷണം എല്ലാം ഉയർന്നു വന്നൊരു കാലം. മനുഷ്യത്വവും കരുണയും ദയയും നീതിബോധവും ലവലേശമില്ലാതിരുന്നൊരു കാലം. ഇങ്ങനെ വൈകൃതം നിറഞ്ഞൊരു കാലം. പുറമെ എല്ലാമുണ്ട്, അകമേ ആധ്യാത്മിക പാപ്പരത്വം. അതുകൊണ്ട് തന്നെ ഇത് കണ്ടു നിൽക്കാൻ സഹിക്കവയ്യാതെ സർവശക്തനായ ദൈവം എഫ്രയീം മലനാട്ടിലെ എബേരിയുടെ മകനായ ഹോശയോട് തൻ്റെ അരുളപ്പാട് അറിയിക്കാൻ തക്കവണ്ണം വിളിക്കുകയാണ്. ഹോശേയ പ്രവാചകനോട് പറയുകയാണ്, നീ പരസംഗത്തിൽ ജീവിച്ച ഒരു സ്ത്രീയെ സ്വീകരിക്കണം. എന്നിട്ട് അവളിലൂടെ, നിന്റെ അനുഭവത്തിലൂടെ, നിന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് അവരോട് പ്രസംഗിക്കണം, പ്രവചിക്കണം, എൻ്റെ അരുളപ്പാട് അറിയിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ഹോശേയ പ്രവാചകൻ ഗോമർ എന്നൊരു പരസംഗത്തിൽ ജീവിച്ച ഒരു സ്ത്രീയെ സ്വീകരിക്കുകയാണ്. അവളിൽ 3 മക്കളുണ്ടാകുകയാണ്. അവർക്ക് 3 പേർക്കും ദൈവകൽപ്പന അനുസരിച്ച് പേരും കൊടുക്കുന്നു. ഇസ്രയേൽ, ലോരുഹിമ, ലോ അമ്മി. ഇസ്രയേൽ എന്നാൽ ദൈവം വിതയ്ക്കും, ലോരുഹിമ എന്നാൽ കരുണയില്ലാത്തവൾ, ലോ അമ്മി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജനമല്ല. ദൈവം പറയുകയാണ്, ഇതുപോലാണ് ഇസ്രയേൽ. ഒരു കരുണയ്ക്കും അർഹതയുള്ളവരല്ല, അതുകൊണ്ട് എൻ്റെ ജനമല്ല. അതുകൊണ്ട് ഞാൻ അവരുടെ നേർക്ക് നാശം വിതയ്ക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടും പേറി തകർന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, ഓർത്തോണം, പരസംഗത്തിൽ ജീവിച്ച ഒരു സ്ത്രീയാണ് ഭാര്യയായിട്ട് സ്വീകരിച്ചത്. ഇങ്ങനെ തകർന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നുറുങ്ങിയ ഹൃദയത്തോടെ, എന്നാൽ ആരെയും കൂസാതെ കനഗംഭീര സ്വരത്തിൽ വചനത്തിലൂടെ തീ തുപ്പിക്കൊണ്ട് ഹോശേയ പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുകയാണ്. ഇസ്രയേലേ,
നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ ന്യായവിധി നിങ്ങളുടെ നേരെ വരുവാൻ പോവുകയാണ്. നാശം അടുത്തിരിക്കുകയാണ്. ദൈവം ഇസ്രായേലിനെ തകർക്കാൻ പോവുകയാണ്. ഘനഗംഭീര സ്വരത്തിൽ വചനത്തിലൂടെ തീതുപ്പിക്കൊണ്ട് ദിക്കുകൾ കുലുങ്ങുമാറ് ഇടിനാദം പോലെ ആ ശബ്ദം മാറ്റൊലികൊള്ളുകയാണ്. ഇത് കണ്ടുകൊണ്ട് ജനങ്ങളെല്ലാം ഭയന്ന് വിറയ്ക്കുകയാണ്, പരിഭ്രാന്തരാകുകയാണ്, ചഞ്ചലചിത്തരാകുകയാണ്. നമുക്കറിയാം, ദൈവം കരുണാമയനാണ്. എത്ര കോപിച്ചാലും അവൻ തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില പ്രകാശം തരുന്ന, പ്രതീക്ഷ തരുന്ന ചില വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇസ്രായേലിനോട് പറയുകയാണ്, ജനങ്ങൾ ചഞ്ചലചിത്തരായതുകൊണ്ട് തന്നെ ദൈവത്തിന് അവരെ പറ്റി സഹതാപം തോന്നി അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു കരുണയ്ക്കും അർഹതയുള്ളവരല്ല നിങ്ങൾ, എങ്കിലും ഞാൻ കരുണാമയനാണ്. നിങ്ങൾ അവിശ്വസ്തതയാണ് കാണിച്ചിരിക്കുന്നത്, എങ്കിലും ഞാൻ വിശ്വസ്തനാണ്. ഇസ്രായേലേ, എഫ്രൈമേ, നീ എൻ്റെ വത്സലപുത്രനാണ്, പൊന്നോമന പുത്രനാണ്. നിന്നെ എനിക്ക് വിട്ടുകളയാൻ മനസ്സില്ല. അതുകൊണ്ട് നിനക്കായി കാത്തിരിക്കുന്നു. എൻ്റെ ജനമേ, മടങ്ങി വരിക, യഥാസ്ഥാനപ്പെടുത്തുക, തിരിച്ചു വരിക, അനുതപിക്കുക. പ്രവാചകൻ ജനങ്ങളെ കൂട്ടിവരുത്തി ദൈവത്തിൻ്റെ അരുളപ്പാട് ചേർന്ന് പറയുന്നതാണ്, വരുവീൻ, നമുക്ക് യഹോവയിങ്കിലേക്ക് മടങ്ങി വരാം. അതാണ് നമ്മുടെ കുറിവാക്യം. യഹോവയിങ്കിലേക്ക് മടങ്ങി വരണമെങ്കിൽ ഇടറിപ്പോയത് എവിടെയെന്ന് തിരിച്ചറിയണം. ഇടറിപ്പോയത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് തിരിച്ചറിഞ്ഞ് തിരുത്തി യഥാസ്ഥാനപ്പെടാൻ പറ്റുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ എവിടെയാണ് ഇടറിപ്പോയത്? ഈ പ്രവചനത്തിൽ എവിടെയാണ് അവരുടെ പാളിച്ച എന്നാണ് ദൈവം ഓർമ്മപ്പെടുത്തുന്നത്. അതിന് ദൈവം ഈ പ്രവചനത്തിൽ ചില മെറ്റഫറുകൾ ഉപയോഗിക്കുന്നുണ്ട്, ചില ബിംബങ്ങൾ, ചില സിംബൽ. കൃത്യമായി ഇസ്രായേലിന്റെ പാളിച്ച ഓർമ്മപ്പെടുത്തുന്ന ചില മെറ്റഫറുകളാണ്. നമ്മൾ അതാണ് പഠിക്കുന്നത്, അതാണ് ധ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2700 വർഷങ്ങൾക്ക് മുൻപ് പാളിപ്പോയ ഇസ്രായേൽ ജനതയുടെ നേരെ തമ്പുരാൻ വിരൽ ചൂണ്ടുന്നത് മാത്രമായി തീരാതെ ഈ വർത്തമാനകാലത്ത് എൻ്റെ നേർക്ക് ദൈവം പറയുന്നതാണ് എന്നുള്ള ഒരു ബോധ്യവും തിരിച്ചറിവും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ദൈവം അവിടെ ഉപയോഗിച്ച മെറ്റഫറുകൾ, ആ വാക്യങ്ങൾ വായിക്കുകയാണ്. ഒന്ന്, പ്രവചന പുസ്തകം 6:4. ആരെങ്കിലും വായിക്കാൻ പറ്റുന്നെങ്കിൽ സൗകര്യമായിരുന്നു. 6:4. ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? യഹൂദയെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? നിന്റെ വാത്സല്യം പ്രഭാതമേഘം പോലെ രാവിലെ നീങ്ങിപ്പോകുന്ന മഞ്ഞ് പോലെയാകുന്നു. ഇസ്രായേലേ, എഫ്രൈമേ, എനിക്ക് നിന്നെ പറ്റി പരാതിയുണ്ട്. എവിടെയാണെന്നറിയാമോ നീ പാളിപ്പോയത്? എവിടെയാണെന്നറിയാമോ നീ ഇടറിപ്പോയത്? നിന്റെ വാത്സല്യം പ്രഭാതമേഘം പോലെയാണ്, രാവിലത്തെ മഞ്ഞ് പോലെയാണ്. Your love, your loyalty, your devotion, your faith is like morning cloud and early dew. നിനക്ക് സ്നേഹമില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഭക്തിയില്ലെന്ന് പറയുന്നില്ല, വാത്സല്യമില്ലെന്ന് പറയുന്നില്ല. അത് പ്രഭാതമേഘം പോലെ, രാവിലത്തെ മഞ്ഞ് പോലെയാണ്. എന്താണ് പ്രഭാതമേഘത്തിൻ്റെ പ്രത്യേകത? രാവിലത്തെ മഞ്ഞിൻ്റെ പ്രത്യേകത എന്താണ്? പ്രഭാതമേഘം സൂര്യൻ ഉദിക്കുമ്പോൾ നീങ്ങിപ്പോകുന്നതാണ്. രാവിലത്തെ മഞ്ഞ് ചൂട് കൂടുമ്പോൾ ഉരുകിപ്പോകുന്നതാണ്. ഇസ്രായേലേ, നിന്റെ ഭക്തി നീങ്ങിപ്പോകുന്നതാണ്, ഉരുകിപ്പോകുന്നതാണ്. പ്രശ്നങ്ങൾ ഉദയം ചെയ്യുമ്പോൾ നീങ്ങിപ്പോകുന്നതാണ്. പ്രതിസന്ധിയുടെ കണ്ണീർ കയ്യത്തിന്റെ ചൂട് കൂടുമ്പോൾ ഇല്ലാതാകുന്നതാണ്. ഇതാണ് നിന്റെ പ്രശ്നം. പെരിഫർ ലെവലിലുള്ള ഭക്തിയാണ്, ഡീപ്പ് റൂട്ടഡ് അല്ല. പാറപ്പുറത്ത് വീണ വിത്ത് പോലെ പെട്ടെന്ന് കിളിർക്കുന്നു, പെട്ടെന്ന് വളരുന്നു, ചൂട് തട്ടുമ്പോൾ ഉണങ്ങിപ്പോകുന്നു. നിന്റെ ഭക്തി ഡീപ്പ് റൂട്ടഡ് അല്ല, ഡീപ്പ് റൂട്ടഡ് അല്ല. ഇസ്രായേലിനെ ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് വഴി നടത്തിയത്. 400 വർഷം അവർ മിസ്രൈമിൽ അടിമകളായിരുന്നു. 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. അങ്ങനെ ചെയ്ത ജനത്തെ അവർക്കൊരു രാജ്യം നൽകി, രാജാവിനെ നൽകിയാണ് തമ്പുരാൻ കരുതിയത്. പ്രതിസന്ധികളിൽ അത്ഭുതകരമായി വഴി നടത്തിയ ദൈവത്തെ മറന്ന് ഒരു രാജ്യവും രാജാവിനെയും കിട്ടിയിട്ടും കുഞ്ഞു പ്രയാസങ്ങളിൽ
സർവശക്തനായ ദൈവത്തെ മറന്ന് മിഥ്യാമൂർത്തികളുടെ പിന്നാലെ പോയി. അവരോടാണ് തമ്പുരാൻ പറയുന്നത്, നിന്റെ വാത്സല്യം പ്രഭാതമേഘം പോലെ രാവിലത്തെ മഞ്ഞ് പോലെയാകുന്നു. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതവുമായിട്ട് ചേർന്നൊന്ന് ചിന്തിച്ചു നോക്കി. നമുക്ക് ഭക്തിയുണ്ട്, ദൈവത്തോട് സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്. ശോധനകളിൽ ഉരുകിപ്പോകുന്നതാണോ? പ്രതിസന്ധികളുടെ ചൂട് കൂടുമ്പോൾ ഇല്ലാതായി പോകുന്നതാണോ നമ്മുടെ ഭക്തി? ഹബക്കൂക്ക് പ്രവചനം 3:17, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം തരികയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും, ഗോശാലകൾ കന്നുകാലികൾ ഉണ്ടാകുകയില്ല. എങ്കിലും 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 ഞാൻ യഹോവയിൽ ആനന്ദിക്കും. പ്രതിസന്ധികളിൽ അടിപതറാതെ അചഞ്ചലമായ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഒരു ഭക്തന് കഴിയുന്നുണ്ടോ? ഇസ്രയേലേ, നിനക്കതിന് കഴിയുന്നില്ല. പ്രഭാതം മഞ്ഞ് കണ്ണഞ്ചിപ്പിക്കുന്നതാണ്, നയനമനോഹരമാണ്, സ്പെക്ടക്കുലറാണ്. പക്ഷേ ചൂട് കൂടുമ്പോൾ ഇല്ലാതായി പോകും. നമ്മുടെ ഭക്തിയും ആരാധനയും ഒക്കെ കണ്ണഞ്ചിപ്പിക്കുന്നതായിരിക്കാം, നയനമനോഹരമായിരിക്കാം, പക്ഷേ പെരിഫർ ലെവലില്ല, ആഴത്തിലേക്ക് പോകുന്നതേയില്ല. ഇവിടെയാണ് നമ്മുടെ വിശ്വാസം. പരമകൃഷ്ണഭക്തനായിരുന്നു പൂന്താനം. 20-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. മക്കളില്ല. കാത്തിരുന്നു. പോകാത്ത അമ്പലങ്ങളില്ല, നേർച്ചയിടാത്ത പുണ്യസ്ഥലങ്ങളില്ല. പരമകൃഷ്ണഭക്തനായ പൂന്താനത്തിന് കുഞ്ഞില്ല. ഒടുവിൽ 30-ാമത്തെ വയസ്സിലാണ് ഒരു കുഞ്ഞിനെ കിട്ടുന്നത്. ആറ്റുനോറ്റ് കിട്ടിയ കുഞ്ഞ്. തറയെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയെ വെച്ച പേനരിക്കുമെന്ന് കരുതി പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവരികയാണ്. പൂന്താനം ചിന്തിച്ചു, അവൻ്റെ ജന്മദിനം ഒന്ന് ആഘോഷിക്കണമെന്ന്. ഏറ്റവും അടുത്ത ബന്ധുക്കളെയുമൊക്കെ വീട്ടിൽ വിളിച്ചുകൂട്ടി. ജന്മദിനത്തിൻ്റെ ഒരുക്കങ്ങളാണ്. അവരുടെ ഇടയിൽ ഒരു ചടങ്ങുണ്ട്. ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ കുളത്തിൽ കുളിച്ചു കയറും. ഈറനണിഞ്ഞ വസ്ത്രങ്ങളും മുഷിഞ്ഞ വസ്ത്രങ്ങളും മാറിയിട്ട് പുതിയ വസ്ത്രങ്ങൾ ധരിക്കും. കുഞ്ഞിനെ ഏതോ മുറിയിൽ കിടത്തിയിരിക്കുകയാണ്. ആദ്യം കുളിച്ചു കയറി വന്ന ആൾ ഈറനണിഞ്ഞ വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രം അറിയാതെ കുഞ്ഞിൻ്റെ മുകളിലേക്ക് ഇട്ടു. കുഞ്ഞ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞില്ലായിരുന്നു. പുറകെ കയറി വന്നവരെല്ലാം അവരുടെ മുഷിഞ്ഞ വസ്ത്രം അതുക്ക് മുകളിലേക്ക് ഇട്ടുകൊണ്ടേയിരുന്നു. അധികം താമസിച്ചില്ല, ആ കൊച്ചു കുഞ്ഞ് ശ്വാസം മുട്ടി പിടഞ്ഞു മരിച്ചു. ആനന്ദത്തിൽ ആറാടിയിരുന്ന ആ വീട് കണ്ണീർ കയത്തിലായി. എല്ലാവരും വാവിട്ട് കയറുന്നു. എല്ലാവരുടെയും ശ്രദ്ധ പൂന്താനത്തിന്റെ പ്രതികരണം എന്താണെന്നുള്ളതാണ്. ബന്ധുക്കളും മിത്രങ്ങളും വാവിട്ട് കരഞ്ഞപ്പോൾ പൂന്താനം 2 വരി കുറിച്ചിട്ടു. ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. എന്തു വലിയ വിശ്വാസമാണ് പ്രിയമുള്ളവരെ. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഇടപെടാതിരിക്കത്തക്കവണ്ണമുള്ള ആളാണോ നമ്മുടെ ദൈവം? അവൻ നമ്മോടൊപ്പമുണ്ട്. ഏത് പ്രതിസന്ധികളിലും ദൈവത്തിലുള്ള വിശ്വാസം ആഴപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നുണ്ടോ? ആർദ്രാഷെ ടെന്നീസ് ഇതിഹാസമായിരുന്നു. ഭക്തൻ, പരമഭക്തനായിരുന്നു. ലോകം മുഴുവനും ഒത്തിരി ആരാധകരുണ്ട്. അപ്രതീക്ഷിതമായ അദ്ദേഹത്തിന് എയ്ഡ്സ് ബാധിച്ചു. അക്കാലത്ത് അറുപ്പും വെറുപ്പുമുള്ള രോഗമായിരുന്നു. ഹാർട്ട് സർജറിക്കായിട്ട് രക്തം സ്വീകരിക്കുന്ന കൂട്ടത്തിൽ എയ്ഡ്സ് വൈറസ് ഉള്ള ഒരാളുടെ രക്തം സ്വീകരിച്ചതാണ്. അങ്ങനെ എയ്ഡ്സ് ബാധിച്ചു. ലോകം മുഴുവനുള്ള ആരാധകർക്ക് അത് വലിയ വിഷമമായി. കാരണം ഇത്രയും പരമഭക്തനായ ഒരാൾക്ക് അറുപ്പുള്ള എയ്ഡ്സ് എന്ന രോഗം. എല്ലാവരും എഴുത്തുകൾ എഴുതി അദ്ദേഹത്തിന് ഫോൺ ചെയ്തു. എന്തുകൊണ്ട് ദൈവം നിന്നോട് ഇങ്ങനെ ചെയ്തു? വൈ യു എല്ലാവരും ചോദിച്ചു. ഫോണിലൂടെ സംസാരിച്ചവർക്ക് കൃത്യമായിട്ട് ആർദ്രാഷെ മറുപടി നൽകി. എഴുത്തെഴുതിയവർക്കെല്ലാം റിപ്ലൈ അദ്ദേഹം അയച്ചു. അദ്ദേഹം പറഞ്ഞതും എഴുതിയതും ഇങ്ങനെയാണ്: ലോകത്ത് 5 കോടി ആളുകളാണ് ടെന്നീസ് പഠിക്കാൻ വരുന്നത്. 50 ലക്ഷം ആളുകളെ ടെന്നീസ് പഠിക്കുന്നുള്ളൂ. 5 ലക്ഷം ആളുകളെ പ്രൊഫഷണലാകുന്നുള്ളൂ. 50,000 ആളുകളെ സർക്യൂട്ടിലെത്തുന്നുള്ളൂ. 500 പേരെ ഗ്രാൻഡ് സ്ലാമിലെത്തുന്നുള്ളൂ. 50 പേരെ വിംബിൾട്ടണിലെത്തുന്നുള്ളൂ.
4 പേർ മാത്രമാണ് സെമി ഫൈനലിൽ, 2 പേർ മാത്രം ഫൈനലിൽ. ഒരാൾക്ക് മാത്രമാണ് ടെന്നീസ് കിരീടം. ടെന്നീസ് കിരീടം ചൂടി എല്ലാവരുടെയും ആരവാരം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഞാൻ ഒരിക്കലും വൈ മീ എന്ന് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട് എന്നോട് എൻ്റെ ദൈവം ഇങ്ങനെ ചെയ്തു എന്ന്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും എനിക്ക് ചോദിക്കാൻ ഒരർഹതയുമില്ല. എൻ്റെ ജീവിതത്തിൽ എൻ്റെ നേട്ടങ്ങളുടെ അനുഭവങ്ങളിൽ നീങ്ങിപ്പോകുന്നതോ ശോധനകളുടെ വേദനകളിൽ ഉരുകിപ്പോകുന്നതോ അല്ല എൻ്റെ വിശ്വാസം. അത് സ്റ്റേബിളാണ്, ഡീപ്പ് റൂട്ടഡ് ആണ്. ഇസ്രയേലേ, നിന്റെ പാളിച്ച ഇതാണ്, നിന്റെ ഇടർച്ച ഇതാണ്. നിനക്ക് വിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്, സ്നേഹമുണ്ട്. അത് പ്രഭാത മേഘം പോലെ, രാവിലത്തെ മഞ്ഞു പോലെ. 2:7-4 ആരെങ്കിലും ഒന്ന് വായിക്കണം. നിങ്ങളെല്ലാവരും വ്യഭിചാരികളാകുന്നു. അപ്പക്കാരൻ ചൂട് പിടിപ്പിച്ച അപ്പക്കല്ല് പോലെയാണത്. നമുക്കത് ഇതിനെപ്പറ്റി പെട്ടെന്ന് പിടികിട്ടില്ല. അപ്പക്കാരൻ ചൂട് പിടിപ്പിച്ച കല്ല്, ഹീറ്റഡ് ഓവൻ. സാധാരണ യഹൂദൻ അക്കാലത്ത് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പണ്ട് പാചകം ചെയ്യുന്നത് കല്ലിലായിരുന്നു. അത് പെട്ടെന്ന് ചൂട് പിടിക്കില്ല. രാവിലെ പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ രാത്രിയിൽ തന്നെ തീ കൂട്ടും. അങ്ങനെ ആ കല്ല് പഴുത്ത് രാവിലെയാകുമ്പോൾ പാകം ചെയ്യാൻ പരുവമാണ്. ഈ മെറ്റഫറാണ് ഇസ്രയേലിന്റെ പാളിച്ച ഓർമ്മപ്പെടുത്താൻ യഹോവയാം ദൈവം അവരോട് പറയുന്നത്. നീ ഹീറ്റഡ് ഓവണാണ്, ചുട്ടുപഴുത്ത അപ്പക്കല്ലാണ്. പഴുത്ത് കിടക്കുന്നത് നന്മയിലല്ല, വിശുദ്ധിയിലല്ല, പിന്നെയോ തിന്മയിലാണ്, വെറുക്കൂത്തിലാണ്, വഷളത്വത്തിലാണ്, അശുദ്ധിയിലാണ്. അത് കൃത്യമായി വേദഭാഗത്ത് പറയുന്നുണ്ട്. 7:3 പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈ വേദഭാഗത്തിന്റെ തൊട്ട് മുൻപൊന്ന് വായിച്ചേ. ദുഷ്ടത കൊണ്ട് രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും സന്തോഷിപ്പിക്കുന്നു. വായിക്കണ്ട. ഈ വാക്യം തൊട്ട് മുൻപ് പറയുന്നു, നിങ്ങളെല്ലാം വ്യഭിചാരികളാകുന്നു. 7:5 രാജാവിന്റെ ദിവസത്തിൽ വീഞ്ഞിന്റെ ലഹരിയിൽ ദീനം പിടിപ്പിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ചതിവും വഞ്ചനയും വക്രതയും വെറുക്കൂത്തിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എല്ലാ കൊള്ളരുതായ്മയുണ്ട്. മദ്യപാനം, വ്യഭിചാരം, വെറുക്കൂത്ത്, വഞ്ചന, ചതി, മോഷണം, ദുഷ്ടത എല്ലാം ഉണ്ട്. ഇസ്രയേൽ ദൈവത്തിന്റെ ജനമെന്നാ പറയുന്നത്. പക്ഷേ അധമമായതെല്ലാം ഉള്ളിൽ കിടക്കുക, അതിങ്ങനെ ജ്വലിച്ചു നിൽക്കുക. ആത്മീകനെന്നാ പറയുന്നത്. പക്ഷെ എല്ലാ തിന്മകളും അകത്തുണ്ട്. പുറംപകിട്ടിൽ ജീവിക്കുക, ദൈവത്തോടൊപ്പമെന്നും ദൈവത്തിന്റെ ജനമെന്നും പറഞ്ഞിട്ട് എല്ലാ വഷളത്തലങ്ങളുമായിട്ട് അവർ മുന്നോട്ട് ജീവിക്കുക. ഒരു കുറ്റബോധം പോലുമില്ല അവർക്ക്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരാം. നമ്മളൊക്കെ ദൈവത്തോടൊപ്പമാണെന്നാ പറയുന്നത്, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരെന്നാ പറയുന്നത്. എന്നിട്ടും എന്തേ ആരും കാണാതെ ചില തിന്മകളെ നമ്മൾ താലോലിച്ചു കൊണ്ടിരിക്കുന്നു? പണ്ടുള്ള കാലത്ത് നിന്ന് വ്യത്യാസം എന്താണെന്നറിയാമോ? ഇന്ന് കുറ്റബോധം പോലും മനുഷ്യനില്ല. പണ്ട് നമുക്ക് ഒരു ഇടർച്ച വന്നാൽ എന്തൊരു ഭാരമായിരുന്നു, ഹൃദയവേദനയായിരുന്നു. എന്നെന്തും ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു കുറ്റബോധവും ഇല്ല. ആത്മീയതയുടെ പൊയ്മുഖങ്ങളുമായിട്ട് നമ്മൾ അങ്ങ് ജീവിക്കുക. പങ്കാളിയുടെ മുൻപിൽ വിശ്വസ്തത നടിച്ചു നിൽക്കുക. മാതാപിതാക്കളുടെ മുൻപിൽ അവർക്ക് വിധേയപ്പെടുക. കുഞ്ഞുങ്ങൾക്ക് സാരോപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. പുറമെ എല്ലാം മാന്യം പാര്, ദൈവത്തോടൊപ്പം. എന്നാൽ അകമയോ എന്തൊക്കെയോ മലിനതകൾ ഇങ്ങനെ പഴുത്തു കിടക്കുക. ഒരുപക്ഷെ നിങ്ങൾ അധികമാരും ശ്രദ്ധിച്ചു കാണില്ല. ഒരു വർഷം മുമ്പ് പത്രത്തിലും നമ്മുടെ ചാനലിലും ഒക്കെ വന്നതാണ്. കറുകച്ചാലിൽ കുറേ ദമ്പതികൾ ഒരുമിച്ച് ജീവിച്ചു, പരസ്പരം പങ്കാളികളെ കൈമാറുകയാണ്. അതിലൊരു സ്ത്രീക്ക് എപ്പോഴോ കുറ്റബോധം തോന്നി പോലീസിൽ പരാതി കൊടുത്തപ്പോഴാണ് ആ വലയുടെ കണ്ണികൾ പിടിയിലാകുന്നത്. നമ്മുടെ ആളുകൾ, ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളാണല്ലോ. നമ്മൾ ഇതൊക്കെ കേട്ടിട്ടുള്ളത് അങ്ങ് പാശ്ചാത്യ നാടുകളിലെന്നാണ്. ഇപ്പോഴിതാ നമ്മുടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ പോലും ഇത്രയും അധമമായത്
ഇത്രയും മലിനമായി നടക്കുന്നു എന്ന് പറയുമ്പോൾ അതെന്തൊരു ഭീകരമാ പ്രിയമുള്ളവരെ. നമുക്കൊക്കെ ഒരു ചിന്തയുണ്ട്, നമ്മളൊക്കെ മുറിക്കകത്ത് കയറി കതകുറ്റിയിട്ട് കഴിയുമ്പോൾ നമ്മളെ ആരും കാണുന്നില്ലെന്ന്. എല്ലാവരുടെയും മുൻപിൽ സാരോപദേശം പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മളെപ്പറ്റി എല്ലാവരും നല്ലത് പറയുമെന്ന്. നമുക്ക് എല്ലാവരെയും കബളിപ്പിക്കാൻ പറ്റും, എല്ലാവരുടെയും മുൻപിൽ മാന്യരാകാൻ പറ്റും. പള്ളിക്ക് കോരിക്കൊടുത്താൽ, ആത്മീയതയുടെ പുറംകുപ്പായം അണിഞ്ഞു നിന്നാൽ എല്ലാവരും നന്നെന്ന് പറയുമായിരിക്കാം. പക്ഷെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ അന്തരീന്ദ്രിയങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേലേ, നീ ചെയ്യുന്നതൊക്കെ എനിക്ക് കാണാൻ പറ്റും. എന്താ? നീ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തിന്മ, മറ്റുള്ളവരുടെ മുൻപിൽ മിന്നി തിളങ്ങി നിൽക്കുന്നവർ. ദൈവത്തിന്റെ ഒളിക്യാമറ ചിത്രമെടുത്താൽ കരിക്കട്ട പോലെ പുറത്തു വരുമോ? തമ്പുരാനെല്ലാം കാണുന്നു എന്നൊരു ചിന്തയുണ്ടെങ്കിൽ പെരുവിരൽ മുതൽ തലവരെ ഒരു വിറയൽ കടന്നു വരുന്നില്ലേ? എന്താ നാം ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ചുരുക്കം ചിലയിടങ്ങളിലാണെങ്കിലും ചില കുടുംബങ്ങളിലാണെങ്കിലും പങ്കാളിക്കപ്പുറമായി മറ്റാരൊക്കെയോ ചിലയിടങ്ങൾ കടന്നു വരുന്നുണ്ട്. ആരും അറിഞ്ഞില്ലെങ്കിൽ പോലും ഒറ്റ കാരണം മാത്രം പോരെ നമ്മുടെ കുടുംബം തകർന്ന് തരിപ്പണമാകാൻ. എന്തോ ഒരു വിശ്വസ്തത നടിച്ചു നിൽക്കുക നമ്മൾ. ഓസ്ട്രേലിയയിലെ മെൽബണിലെ സാം എബ്രഹാം സോഫിയ ദമ്പതികളെ നിങ്ങൾക്കറിയാം. വിവാഹം കഴിഞ്ഞിട്ട് അവൾക്ക് പഴയ കാമുകനെ മറക്കാൻ മനസ്സില്ല. ഒടുവിൽ ചെയ്തെന്താ? ഭർത്താവിന് ഓറഞ്ച് ജ്യൂസിൽ സൈനൈഡ് കൊടുത്തിട്ട് കൊലപ്പെടുത്തിയിട്ട് കാമുകനോടൊപ്പം ജീവിക്കാൻ ഒരുങ്ങി. ഒടുവിൽ പിടിയിലായി. എത്ര നാൾ നമുക്ക് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ പറ്റും? അഥവാ മറ്റുള്ളവരെ കബളിപ്പിച്ചാൽ പോലും ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റുമോ? ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ അന്തരീന്ദ്രിയങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. പ്രവചന പുസ്തകത്തിന് 9-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എഫ്രൈമേ, നിനക്ക് പുഴുക്കുത്ത് വന്നിരിക്കുന്നു, അവരുടെ വേര് ഉണങ്ങിപ്പോയിരിക്കുന്നു. കൊമ്പുകൾ മനോഹരമായിരിക്കാം, ഇലകൾക്ക് തിളക്കമുണ്ടായിരിക്കാം, പക്ഷെ വേരുണങ്ങിയാൽ ആസന്നമായൊരു ദുരന്തം ഉണ്ടാകും, ഒരു വീഴ്ചയുണ്ടാകും. പുറം പകിട്ടിൽ എത്ര നാൾ നമുക്ക് ജീവിക്കാൻ പറ്റും? എന്തേ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഇടങ്ങളിൽ ചില പ്രശ്നങ്ങൾ മാറാതെ നിൽക്കുന്നു? ആരും കാണാതെ ചില തിന്മകളെ താലോലിച്ചിട്ടുണ്ട്. പവിത്രമായ കുടുംബ ബന്ധത്തിന്റെ മഹത്വം വിട്ടുകളഞ്ഞിട്ട് ഒരു നിമിഷത്തെ ജഡസുഖത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തരം താഴുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. പിതാക്കന്മാർ വിവാഹത്തെ പറ്റി പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? മാരേജ് ഈസ് അറേഞ്ച്ഡ് ബൈ ദി ചർച്ച് ആൻഡ് സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. വിവാഹം സഭ ക്രമീകരിക്കുന്നു, മുദ്രയിടുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെയെങ്കിൽ കുടുംബ ബന്ധത്തിന്റെ പവിത്രതയ്ക്ക് വിരുദ്ധമായി ഒരാൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമല്ലേ? വചനം ഭയപ്പെടുത്തുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടത്തില്ലെന്ന്. എന്താ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം? അഡൽട്ടറിയാണ്, വ്യഭിചാരമാണ്. പുറം പകിട്ടിലൊക്കെ എത്ര നാൾ നമുക്ക് ജീവിക്കാൻ പറ്റും? ഒരുപക്ഷേ അങ്ങനെയുള്ള വലിയ ഭീകരമായ തിന്മയില്ലെങ്കിൽ പോലും ചിലതൊക്കെ ഇങ്ങനെ പഴുത്ത് കിടപ്പുണ്ട്. സാഹചര്യം വരാത്തോണ്ട് പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ. പുറമെ ആത്മീകരായിട്ട് ജീവിച്ചിട്ട് അധമമായി ഇങ്ങനെ ഉള്ളിൽ തിങ്ങി നിൽക്കുക. ചില സമയത്ത് പുറത്തു വന്നിട്ടില്ലേ, പൊട്ടിത്തെറിച്ചിട്ടില്ലേ? എത്ര അധമമായ വാക്കാണ്, എത്ര നികൃഷ്ടമായ സമീപനമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത അധമമായ വാക്കുകൾ ഏറ്റവും അടുത്തവരോട് പോലും ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആത്മീകരാകും? പഴുത്തിങ്ങനെ കിടക്കുകയാ. തിന്മയുടെ ജ്വലനം ഉണ്ടായിക്കഴിഞ്ഞാൽ തിന്മയുടെ ഫലമുണ്ടാകും. ആത്മാവിൻ്റെ ജ്വലനം ഉണ്ടായാൽ ആത്മാവിൻ്റെ ഫലമുണ്ടാകും. പ്രിയമുള്ളവരെ, ജഡത്തിന് വശംവദരായി ജീവിക്കേണ്ടവരല്ല നമ്മൾ. അതിനൊക്കെ അപ്പുറം ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ആത്മാവിൻ്റെ ജ്വലനമുണ്ടായി ആത്മാവിൻ്റെ ഫലം കായ്ക്കേണ്ടവരാ. അതല്ലേ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയോപകാരം. വിശുദ്ധ മക്കാരിയോസ് പിതാവ് പറയുന്നുണ്ട്, പരിശുദ്ധ നോമ്പ് ആത്മാവിൻ്റെ ജ്വലനമാകണം. ജഡമല്ല നിങ്ങളെ നിയന്ത്രിക്കേണ്ടത്, ജഡത്തിനനുസരിച്ചല്ല ജീവിക്കേണ്ടത്, മറിച്ച് ആത്മാവിനനുസരിച്ച് ജീവിക്കണം, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടണം. 3:7-8
7:8. എഫ്രായിം ജാതികളോട് കലർന്നിരിക്കുന്നു, എഫ്രായിം മറിച്ചിടാത്ത ദോശ, ഹാഫ് ബേക്ക്ഡ് കേക്ക്. പഴുത്ത് കിടക്കുന്ന കല്ലിൽ മാവ് ഒഴിച്ചെന്നിരിക്കട്ടെ, അല്പശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അടിവശം നന്നേ കരിഞ്ഞിരിക്കും, മുകൾ വശം വേഗാതെ ഇരിക്കും, പച്ചമാവായിരിക്കും. ഇസ്രയേലിനോട് ഉപയോഗിക്കുന്ന അടുത്ത മെറ്റഫറായത്. ഇസ്രയേലെ, നീ ഇതുപോലെ താഴോട്ടുള്ള ഭാഗം കരിഞ്ഞിരിക്കും, മുകളിലുള്ള ഭാഗം പച്ചയായി വേഗാതിരിക്കും. അത് വേണമെങ്കിൽ ഇങ്ങനെ പറയാമല്ലോ, താഴോട്ടുള്ള ഭാഗം അമിതമായ മണ്ണിനോടുള്ള ഒരു അടുപ്പം വന്ന്, മുകളിലോട്ടുള്ള ഭാഗം വിണ്ണിനോടുള്ള നേർത്ത ബന്ധം വന്ന്, അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കരുത്. അതുപോലെ ഇസ്രയേൽ, ദൈവത്തോട് അവർക്ക് ബന്ധമുണ്ട്, ഒരു നേരിയ ബന്ധം. അവരുടെ ചിന്ത മുഴുവനും ലോകത്തോടാണ്, ലോകവുമായിട്ട് ചേർന്നിരിക്കുകയാണ്. ലോകത്തിൻ്റെ സുഖലോലുപതയും ആർഭാടവുമാണ്. ഇസ്രയേൽ ഏറ്റവും കൂടുതൽ ആർഭാടത്തിലും ധൂർത്തിലും കഴിഞ്ഞൊരു കാലമാണ്. ഭൗതികമായ എല്ലാ പ്രതാപത്തോടും സുഖലോലുപതയോടും കഴിഞ്ഞൊരു കാലം. ആമോസ് പ്രവചന പുസ്തകത്തിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആനക്കൊമ്പുള്ള ശയ്യകളിൽ സുഖിച്ച് മതിക്കുകയാണ് ഇസ്രയേൽ. എന്നിട്ട് പേരിന് ദൈവത്തോടൊരു ബന്ധം. ദൈവം അവർക്കൊരു അലങ്കാരവും ആഭരണവും മാത്രമായിരുന്നു. അതിനപ്പുറം ലോകമാണ്, ലോകത്തിൻ്റെ സുഖങ്ങളായിരുന്നു അവർക്കെല്ലാം. നമുക്കും ഇക്കാലത്തൊക്കെ എങ്ങനെയല്ലേ? ലോകത്തോടുള്ള ബന്ധം അതാണ് അമിതം. ദൈവത്തോടുള്ള ബന്ധം പേരിന് വേണ്ടി. ദൈവം നമുക്ക് കൂടെ വേണം, പക്ഷേ നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഇമ്പം ഈ ലോകമാണ്, ലോകത്തിൻ്റെ സുഖമാണ്. ഈ കാലത്തിനൊരു പേരുണ്ട്, an age of materialism and entertainment. ഭൗതികതയുടെ കാലം, അടിച്ചു പൊളിക്കുന്ന സുഖലോലുപതയുടെ കാലം. പണ്ടൊക്കെ ആണെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനും അടിസ്ഥാനപരമായ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നടത്താനും ഒക്കെ ആയിരുന്നു നമ്മൾ ആഗ്രഹിച്ചത്. ഇപ്പോഴങ്ങനല്ലല്ലോ, അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുക. പ്രളയവും കോവിഡും ഒന്നും ഒരു പാഠം പഠിപ്പിച്ചില്ല. അന്നൊക്കെ ഇച്ചിരി ഒതുങ്ങിക്കൂടിയെങ്കിൽ അത് കഴിഞ്ഞ് വീണ്ടും ആർഭാടവും ധൂർത്തുമൊക്കെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ദൈവത്തോടുള്ള ബന്ധം പേരിന് മാത്രമാണ്. നമ്മുടെ ആഘോഷങ്ങളെല്ലാം, അത് ജന്മദിനമായിക്കൊള്ളട്ടെ, മാമോദീസ ആയിക്കൊള്ളട്ടെ, വിവാഹമായിക്കൊള്ളട്ടെ, ആർഭാടത്തിൻ്റെയും ധൂർത്തിൻ്റെയും വേദികളായിട്ട് മാറുന്നില്ലേ? ഇസ്രയേൽ ദൈവത്തോടുള്ള ബന്ധമുണ്ട്. അവരുടെ മുഖമുദ്ര ആർഭാടവും ധൂർത്തും സുഖലോലുപതയുമാണ്. ആനക്കൊമ്പുള്ള കട്ടിലിരുന്ന് മതിച്ചു സുഖിച്ചിരിക്കുമ്പോൾ പാവപ്പെട്ടവന്റെ ന്യായം അട്ടിമറിക്കപ്പെടുകയാണ്, ദരിദ്രന്റെ നീതി നിഷേധിക്കപ്പെടുകയാണ്. ആമോസ് പ്രവചനത്തിൽ ഇക്കാലത്തെ ഇസ്രായേലിന്റെ കാര്യം കൃത്യമായിട്ട് അവിടെ കുറിച്ചിടുന്നുണ്ട്. ഒരു മനുഷ്യൻ ആർഭാടത്തിൻ്റെയും സുഖലോലുപതയുടെയും പിന്നാലെ പോയി കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി അവൻ ചെയ്യേണ്ടത് പലതും മറന്നുപോകും. ഞാൻ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങൾ പേരൻസിനെ പറ്റി കുഞ്ഞുങ്ങളെ പറ്റി ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്നും കൊണ്ട് കാണിക്കേണ്ടത് ഫുഡ് കോർട്ടുകളും ഫാൻറ്റസി പാർക്കുകളും മാളുകളും ഒന്നുമല്ല. അതിനപ്പുറം അവർ ജീവിതത്തിൻ്റെ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ കാണണം. മാർസിസ് കുട്ടികളുടെ വാർഡിൽ അതുവഴി ഒന്ന് പോയി കഴിഞ്ഞാൽ വാവിട്ട് കരഞ്ഞുകൊണ്ടല്ലാതെ ആർക്കാണ് പുറത്തിറങ്ങാൻ പറ്റുന്നത്? 1.5 വയസ്സുള്ള കുഞ്ഞിനാണ് കീമോ ചെയ്യുന്നത്. 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞിൻ്റെയാണ് കാലുമുറിച്ചു മാറ്റുന്നത്. കുഞ്ഞുങ്ങളുടെ വേദന കണ്ടുകൊണ്ട് അമ്മമാർ വാവിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക. കുഞ്ഞിന് സൗഖ്യം കിട്ടാനല്ല, പോയവർക്കോ കണ്ടവർക്കോ അറിയാം. എൻ്റെ ദൈവമേ, ഈ വേദന കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല, അവിടുന്ന് അങ്ങ് എടുത്തോണേ. അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് നാം പോകുമ്പോൾ ആർഭാടത്തിൽ നിന്നും സുഖലോലുപതയിൽ നിന്നും മാറി നടക്കാനത് നമുക്ക് ബലം നൽകും. നമുക്കതൊന്നും വേണ്ട, നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. ദൈവത്തോടുള്ള ബന്ധം പേരിന് മാത്രം. നമ്മുടെ പള്ളികളോ ചില സമയത്ത് പെരുന്നാളുകളും ജൂബിലികളും ആർഭാടത്തിൻ്റെയും ധൂർത്തിൻ്റെയൊക്കെ വേദികളായിട്ട് മാറുന്നില്ലേ? ചികിത്സിക്കാൻ പണമില്ലാതെ നമ്മുടെ ഇടവകയിൽ പാവപ്പെട്ട മനുഷ്യർ നട്ടം തിരിയുമ്പോൾ, ഒരു കൂരയുടെ കീഴിൽ കഴിയാൻ സാഹചര്യമില്ലാതെ ഒരു വീടിന് വേണ്ടി വേദനിക്കുമ്പോൾ,
മക്കളുടെ വിവാഹത്തിന് വേണ്ടി എല്ലാവരുടെയും മുൻപിൽ കൈനീട്ടുമ്പോൾ കരിമരുന്ന് പ്രയോഗവും ചെണ്ടമേളവും ആഘോഷവും കൊണ്ട് എന്ത് തരം താണു പോകുന്നു നമ്മുടെ പള്ളികൾ. ഉസ്താദ് തിരുമേനിയുടെ പെരുന്നാൾ അടുത്ത് വരികയാണല്ലോ. ആ പിതാവ് പറഞ്ഞ ശ്രേഷ്ഠമായ വാക്കുകൾ എന്താ? ദരിദ്ര ലോകത്ത് സമ്പന്നനായിരിക്കുന്നത് പാപമാണ്. അത് നമ്മൾ വ്യക്തികളെ പറ്റി മാത്രമല്ല, പള്ളികളോടുമായി ഇത് പറയുന്നത്. ആർഭാടത്തിന്റെയും ദൂർത്തിന്റെയും ഇടങ്ങളായി പള്ളി പെരുന്നാൾ മാറുമ്പോൾ എവിടെയാണ് നമുക്ക് ദൈവത്തോടുള്ള ബന്ധം? കേവലം ഒരു നേർത്ത ബന്ധം, അത് പേരിന് വേണ്ടി അലങ്കാരം മാത്രം. അതിനപ്പുറം ഒരു ശരിയായ ബോധ്യം നമുക്കില്ല. അഭിയന്യ തിരുമേനിക്ക് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരുമേനിയുടെ വീടിനടുക്കൽ, കുടുംബത്തിനടുക്കൽ എൻ്റെ ഇടവക അംഗമായി സിജു 3.5 വർഷം മുമ്പ് സിജുവിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അനേകരുടെ പ്രാർത്ഥനയും സപ്പോർട്ടുമൊക്കെ ആയിരുന്നു സിജുവിന് അതിന് സാധ്യമായത്. കോവിഡിൻ്റെ കാലമാകിയാലൊക്കെ വളരെ ശ്രദ്ധിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും. ഏതാണ്ട് ഒരു 6 മാസം മുമ്പാണെന്ന് തോന്നുന്നു സിജു വീണ്ടും പള്ളിയിലേക്ക് വന്നു. ഞാൻ തുയോബ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം സിജു അപ്പുറത്ത് നിന്ന് മദ്ബായിൽ കയറുന്ന ആളാണല്ലോ, കുപ്പായമിട്ട് ത്രോണോസിൻ്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ വിങ്ങി വിങ്ങി കരയുകയാണ്. സിജു കരയുന്നത് കണ്ട് തുയോബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കണ്ണും നിറഞ്ഞു. കാരണം കൃത്യമായി സിജുവിൻ്റെ കാര്യങ്ങൾ എല്ലാം എനിക്കറിയാം. കുർബാന കഴിഞ്ഞു. സിജുവിനെ ഞാൻ മുന്നോട്ട് നീക്കി നിർത്തി. എല്ലാവരോടുമായിട്ട് പറഞ്ഞു, ദാ നമ്മുടെ സിജു ഇവിടെ നിൽക്കുന്നു. ഇതൊന്തൊരു മിറക്കിള. നിങ്ങളുടെ കണ്ണുനീരാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാണ്, അതെല്ലാമാണ് സിജുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. എല്ലാവർക്കും വലിയ സന്തോഷമായി. അപ്പോഴും സിജു കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ്, എങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏതാണ്ട് ഒരു 3-4 മാസം മുമ്പ്, 3-3.5 മാസം മുമ്പാണെന്ന് തോന്നുന്നു, വീണ്ടും സിജു ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ക്രിയാറ്റിൻ ലെവൽ നന്നേ കൂടുന്നു. ഡോക്ടർമാർ പറഞ്ഞു ഇനി ഡയാലിസിസ്. ഇപ്പോഴാഴ്ചയിൽ 3 ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുക. ഡോക്ടർ പറഞ്ഞു ഇനി മറ്റൊരു നിർവാഹവുമില്ല, ആ കിഡ്നി റിജക്റ്റഡ് ആയിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും കിഡ്നി ഒന്നുകൂടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അതിനുള്ള അന്വേഷണങ്ങളുമായിട്ട് പള്ളി ഞങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സിജുവിൻ്റെ വീട്ടിൽ ചെന്നു. സിജുവിൻ്റെ അമ്മയുടെ കിഡ്നിയാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. അതാണ് മകന് കൊടുത്തത്. ഞാനവിടെ ചെന്നപ്പോൾ അമ്മ എൻ്റെ അടുക്കൽ സിജുവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ പറയുക, അച്ഛാ എനിക്കെന്തിനാ ഈ ഒരു കിഡ്നിയും കൂടെ, അതുകൂടെ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എനിക്കെന്ത് സംഭവിച്ചോട്ടെ, എൻ്റെ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരണ്ടേ. ഒരു 28 വയസ്സുകാരൻ മകന് വേണ്ടി ഉള്ള അമ്മയുടെ ആഗ്രഹമാണ്. നമ്മളെല്ലാം കീഴോട്ടൊന്നും നോക്കുന്നില്ല, മുകളിലോട്ടേ നോക്കുന്നുള്ളൂ. ആ ഭവനം കടന്നു പോകുന്ന സങ്കീർണതകൾ കൃത്യമായി എനിക്കറിയാം. ശാരീരിക, മാനസിക, സാമ്പത്തിക നൊമ്പരങ്ങളിലൂടെ കടന്നു പോവുക. അങ്ങനെയുള്ളവർ എത്രയോ പേർ നമ്മുടെ ഇടങ്ങളിലുണ്ട്. അവരെ ചേർത്ത് പിടിക്കാതെ ആഘോഷമാക്കി നമ്മുടെ പള്ളികളുടെ ജൂബിലികൾ, പെരുന്നാളുകൾ മാറിയാൽ എന്ത് പ്രയോജനമാണ്? ഇവിടെ പറയുകയാണ്, എഫ്രൈം, ഇസ്രയേൽ ജാതികളോട് കലർന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. മാത്യു ഹെൻറി അദ്ദേഹത്തിൻ്റെ കമൻട്രിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ഇസ്രയേലിൽ മിശ്രിതമായ ആരാധന നടന്ന സമയമായത്. ബാലിന്റെ ആഘോഷങ്ങളും ദൈവത്തിന്റെ ആരാധനയും ചേർന്നു വന്ന് അത് കേവലം വിജാതീയ ഉത്സവമായിട്ട് മാറി. ചിലപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, അതിര് കടക്കുന്നുണ്ടോ നമ്മുടെ പെരുന്നാളുകൾ? ക്രൈസ്തവ സഭയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്, റോമിൽ ഒരനുഭവമായിരുന്നു, അത് യൂറോപ്പിലെത്തിയപ്പോഴത്തേക്ക് സംഘടനയായി മാറിപ്പോയി. റോമിൽ അനുഭവമാകാൻ കാരണമുണ്ടായിരുന്നു. പീഡനങ്ങളുടെ നടുവിലായിരുന്നു സഭ വളർന്നത്. എല്ലാം പങ്കുവെച്ചു. നഷ്ടപ്പെടുവാനും ത്യജിക്കുവാനും വേണ്ടി മാത്രമായിരുന്നു സഭ. യൂറോപ്പിലെത്തിയപ്പോൾ ആവശ്യം പോലെ സമ്പത്തായി, ആഘോഷമായി, അതിൻ്റെ പ്രതാപമായി. അവിടെ സഭ സംഘടനയായിട്ട് മാറിയെന്നാണ് പറയുന്നത്. ദൈവത്തോടുള്ള ബന്ധം പേരിനും ലോകത്തോടുള്ള ആസക്തിയും ആഘോഷങ്ങളുമായെല്ലാമെങ്കിലും അതെങ്ങനെ ശരിയാകും? മറിച്ചിടാത്ത ദോശയ്ക്ക്, ഹാഫ് ബേക്കഡ് കേക്കിനൊരു കുഴപ്പമുണ്ട്, അത് യൂസ്ലെസ്സാണ്, ഉപയോഗശൂന്യമാണ്, ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ജീവിതം അത് യൂസ്ഫുൾ ആകേണ്ടതല്ലേ?
നമ്മുടെ കുടുംബം, നമ്മുടെ ഇടവക, നമ്മുടെ സമൂഹം, നമ്മുടെ സഭ നമ്മളിൽ ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നില്ലേ? എങ്ങനെ ജീവിക്കാനുള്ളതാണോ? ഇത് ഫലദായകമാകണം, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നതാകണം, യൂസ്ഫുൾ ആകണം, മീനിങ് ഫുൾ ആകണം. അതിന് കഴിയുന്നുണ്ടോ? നിർബന്ധമായും നിങ്ങളൊക്കെ വായിക്കേണ്ട ഒരു പുസ്തകമാണ് ഇൻഫോസിസിന്റെ ചെയർപേഴ്സൺ സുധാ മൂർത്തിയുടെ ദ ഡേ ഐ സ്റ്റോപ്ഡ് ഡ്രിങ്കിങ് മിൽക്ക് എന്ന പുസ്തകം. സുധാമൂർത്തി ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ട്രെയിനിൽ യാത്രയ്ക്കായിട്ട് തയ്യാറാകുകയാണ്. മുംബൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറി, റിസർവ്ഡ് കമ്പാർട്ട്മെൻ്റ് ആണ്. പക്ഷെ പെട്ടെന്ന് ഒത്തിരി ആളുകൾ അതിലേക്ക് തിക്കും തിരക്കും ഉണ്ടാക്കി കയറി. റിസർവ്ഡ് കമ്പാർട്ട്മെൻ്റ് ആണ്. TTR ഓരോരുത്തരെ വന്ന് പിടിക്കുന്നു, പുറത്തേക്ക് മാറ്റുന്നു. 14 വയസ്സുകാരി ഒരു പെൺകുട്ടി TTRനെ കണ്ടപ്പോഴത്തേക്ക് ഭയന്ന് വിറച്ച് സുധാമൂർത്തിയുടെ സീറ്റിൻ്റെ അടിയിലേക്ക് വന്നിരിക്കുന്നു. TTR കയ്യോടെ അവളെ പിടിക്കുന്നു. അവളുടെ കണ്ണ് നിറഞ്ഞു. TTR പറഞ്ഞു, ഒന്നുകിൽ ഫൈൻ അടയ്ക്കണം, അല്ലെങ്കിൽ പുറത്തു പോകണം. അവൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല. സുധാമൂർത്തി അത് കണ്ട് TTRോട് പറഞ്ഞു, അവളുടെ ടിക്കറ്റ് ഞാൻ എടുത്തോളാം. TTR പറഞ്ഞു, മാഡത്തിന് ഒരു പണിയില്ലേ, എന്തെങ്കിലും ചില്ലറയ്ക്ക് വേണ്ടി കയറിയതാ, കൊടുത്തങ്ങ് വിടുന്നതാണ് നല്ലത്. പക്ഷെ അവളുടെ ദയനീയ മുഖം കണ്ടിട്ട് അവളെ വിട്ടുകളയാൻ മനസ്സില്ല. ബാംഗ്ലൂർ വരെയുള്ള ടിക്കറ്റ് അവളുടെ എടുത്തു. ട്രെയിൻ മുന്നോട്ട് നീങ്ങി. സുധാമൂർത്തി അവൾക്കിരിക്കാൻ അല്പം സ്ഥലം കൊടുത്തു. കുടിക്കാൻ വെള്ളവും കഴിക്കുവാൻ ഭക്ഷണമൊക്കെ കൊടുത്തു. അവളതെല്ലാം കഴിച്ചു. അവളോട് ചോദിച്ചു, നീ എങ്ങോട്ട് പോവുക? അവൾക്ക് പറയാനൊന്നുമില്ലായിരുന്നു. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞൊഴുകി. നീ ആരാണ്? ആദ്യമൊന്നും പേര് പറഞ്ഞില്ല. ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അക്ക, എൻ്റെ പേര് ചിത്ര എന്നാണ്. എൻ്റെ അമ്മ മരിച്ചുപോയി, എനിക്കാരുമില്ല, ഞാൻ അനാഥയാണ്. അവിടെ നിൽക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഇതിനകത്തോട്ട് കയറിയതാ. എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. സുധാമൂർത്തി പറഞ്ഞു, നീ എന്നോടൊപ്പം കൂടുന്നോ? അവളുടെ കണ്ണുകൾക്ക് അല്പം തിളക്കമായി. ട്രെയിൻ ബാംഗ്ലൂരിൽ വന്നിറങ്ങി. സുധാമൂർത്തി അവളെ ഒരു NGOയെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവളുടെ പഠനം, ഇവൾക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തുകൊള്ളണം. ഇതിന് എല്ലാ സപ്പോർട്ടും ഞാൻ യഥാസമയം നൽകിക്കൊള്ളാം. അവിടുത്തെ പ്രഭാഷണത്തിനോ എന്തോ വന്നാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഡൽഹിക്ക് പോയി. അവളോടുള്ള ആശയവിനിമയം അക്കാലത്ത് കുറേ സമയത്തുണ്ടായിരുന്നു. കാലം കഴിഞ്ഞതനുസരിച്ച് അത് കുറഞ്ഞു വന്നു, ഒടുവിൽ ഇല്ലാതായി. അനേക വർഷങ്ങൾക്ക് ശേഷം സുധാമൂർത്തി US കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു പ്രഭാഷണത്തിന് പോയി. പ്രഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് സുധാമൂർത്തി താൻ താമസിച്ച സ്റ്റാർ ഹോട്ടലിൻ്റെ ബില്ല് അടയ്ക്കുവാൻ തക്കവണ്ണം റിസപ്ഷനിൽ ചെന്നു. റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, മാഡം, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാഡത്തിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിട്ട് വരാൻ പറഞ്ഞു. സുധാമൂർത്തി അവിടെ ചെന്നു. ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ നിൽക്കുന്നു. സുധാമൂർത്തിയെ കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ സ്ത്രീ തൻ്റെ ബാഗിൽ നിന്ന് ഒരു ബില്ല് കാണിച്ചു. ആ സ്റ്റാർ ഹോട്ടലിലെ ഭീമമായ തുക അടച്ച ബില്ലാണ്. സുധാമൂർത്തി ചോദിച്ചു, നിങ്ങൾ എൻ്റെ ബില്ല് അടയ്ക്കേണ്ട കാര്യം എന്നതാ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അക്ക എന്നെ നോക്കിക്കേ, ഞാൻ അക്കയുടെ ചിത്രയാണ്. കണ്ണു നിറഞ്ഞ് കാലിൽ വീണു. സുധാമൂർത്തി അവളെ പൊക്കിയെടുത്തു, നെഞ്ചോട് ചേർത്തു, ഹഗ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എങ്കിലും എൻ്റെ ചിത്ര, എനിക്ക് അത്ഭുതം തോന്നുന്നു, നീ എങ്ങനെ ഇങ്ങനെ ആയി എന്ന്. വീണ്ടും പറഞ്ഞു, എന്നാലും നീ എന്തിനാ എൻ്റെ ഇത്രയും ഭീമമായ തുക ഹോട്ടലിലെ ബില്ല് നീ അടച്ചത്? അക്ക, അന്ന് എന്നെ അക്ക കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ഒരു യാചകയായി തെണ്ടി നടന്നേനെ, അല്ലെങ്കിൽ ഒരു ഗണിക വേശ്യ കണക്ക് ജീവിച്ചേനെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കയറിൽ ഞാൻ തൂങ്ങിക്കിടന്നേനെ. അക്ക എന്നെ കൊണ്ടുപോയത് കൊണ്ടാണ് ഞാൻ ഈ സ്ഥാനത്തായത്. എങ്കിലും എൻ്റെ ചിത്ര, ഇത്രയും വലിയ ബില്ല് നീ അടയ്ക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അവൾ പറഞ്ഞു, അന്ന് മുംബൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ഇല്ലേ, അതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് കുഞ്ഞു തുകയാണ്, ഭീമമായ തുകയാണ് അവൾ അടച്ചത്. അവൾ പറയുക, അന്ന് അക്ക ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും കുഞ്ഞു കാര്യമാണ്. സുധാമൂർത്തി പറയുകയാണ്, അവളുടെ ധന്യമായ ജീവിതം കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നി. എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനമായല്ലോ എന്നോർത്ത് ഞാൻ അഭിമാനത്തിൽ നിന്ന് വന്നു. പ്രിയമുള്ളവരെ, ഒരു പരിചയമില്ലാത്ത ഒരാളിനെ പോലും ചേർത്ത് പിടിക്കാൻ ചില സുമനസ്സുകൾക്ക് കഴിയുന്നെങ്കിൽ ഏറ്റവും അടുത്തവരുടെ ഇടങ്ങളിൽ പോലും
അവരുടെ ആവശ്യങ്ങളിൽ ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ക്രൈസ്തവ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാണ്? ഇത് യൂസ്ഫുള്ളാണോ? മീനിങ് ഫുള്ളാണോ? ലോകമാണോ എല്ലാം? ആർഭാടവും ദൂർത്തുവാണോ എല്ലാം? എത്ര കാലം അതിൽ നമുക്ക് ജീവിക്കാൻ പറ്റും? അതുകൊണ്ട് നമ്മെപ്പറ്റി, നമ്മുടെ കുടുംബം, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ പള്ളി, നമ്മുടെ സമൂഹം ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് മീനിങ് ഫുള്ളാകട്ടെ, ഇത് യൂസ്ഫുള്ളായി തീരട്ടെ. 4-11 എഫ്രൈം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ്, സില്ലി സെൻസ്ലെസ് ഡോ. എഫ്രൈമേ, നിന്നെപ്പറ്റി എനിക്ക് പരാതി പറയാനുണ്ട്. നീ ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവാണ്. പ്രാവ് നിഷ്കളങ്കതയുടെ പ്രതീകമാണ്, സമാധാനത്തിന്റെ പ്രതീകമാണ്. സിംബൽ ഓഫ് ഇന്നസെൻസ് ആൻഡ് പീസ്. നല്ലതാണ്. നിഷ്കളങ്കമായി ജീവിക്കുന്നത് ഉത്തമമാണ്. ആരെയും ഉപദ്രവിക്കാതെ, ആരെയും വെറുപ്പിക്കാതെ നന്മയോട് ജീവിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷേ തന്നിലേക്ക് വരുന്ന ചതിയെ, വഞ്ചനകളെ, കെണികളെ തിരിച്ചറിയാതെ ജീവിക്കുക എന്ന് പറയുന്നത് അപകടകരമാണ്. പ്രാവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അതിനെ കെണിയിലാക്കാമെന്നാണ് പറയുന്നത്. ഒരു കെണിയുണ്ട് വെച്ചിട്ട് ഒരല്പം ധാന്യങ്ങൾ വിതറിയാൽ മതി, ആ കുരുക്കിൽ അത് വന്ന് കയറും. എഫ്രൈമിനെ പറ്റി, ഇസ്രായേലിനെ പറ്റി പറയുക, സില്ലി സെൻസ്ലെസ് ഡോവാണ്, തിരിച്ചറിവില്ലാത്ത പൊട്ടപ്രാവാണ്. ഭാവിയെപ്പറ്റി ദർശനമില്ലാതെ, ആസന്നമായി വരുന്ന അപകടങ്ങളെ തിരിച്ചറിയാതെ മനഃപൂർവ്വം കെണിയിലേക്ക് കയറിപ്പോവുക. ഇത് ഇസ്രായേലിന്റെ എഫ്രൈമിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. നിങ്ങൾ ഓർക്കണം, അവര് ഉടമ്പടി ഉണ്ടാക്കിയത് അസീറിയ, ഈജിപ്റ്റുമായിട്ടാണ്. അസീറിയയ്ക്ക് കപ്പം കൊടുത്തിട്ടാണ് അവരുമായി സമാധാന ഉടമ്പടി ഉണ്ടാകുന്നത്. അസീറിയോ കപ്പം മേടിച്ച് അവരെ സ്നേഹിക്കുന്നുവെന്ന് ഭാവിച്ച് അപ്രതീക്ഷിതമായി അറ്റാക്ക് ചെയ്ത് തകർത്ത് കളയുക. അവരെ എപ്പോഴാണോ തകർക്കുന്നത് അതിന് തൊട്ടു മുൻപുള്ള പ്രവചനമായത്. ഇസ്രായേലേ, നീ പൊട്ടപ്രാവ, കെണികളെ, ചതികളെ, വഞ്ചനകളെ തിരിച്ചറിയാത്ത പൊട്ടപ്രാവ. BC 721 അപ്രതീക്ഷിതമായി അസീറിയ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. മുഴുവൻ ആളുകളെയും അടിമകളായിട്ട് കൊണ്ടുപോവുക. തന്നിലേക്ക് വരുന്ന ചതികളെ, വഞ്ചനകളെ, വക്രതകളെ, കെണികളെ തിരിച്ചറിയാതെ ജീവിക്കുക എന്ന് പറയുന്നത് അപകടകരമല്ലേ? സ്നേഹം ഭാവിച്ച് ഇസ്രായേലിനെ തകർത്ത് കളയുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഇന്നത്തെ തലമുറയുമായിട്ട് ഒരല്പം നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റും. സ്നേഹം ഭാവിച്ച് കെണിയിൽ വീഴ്ത്തുന്ന, ചതിക്കുന്ന, തകർക്കുന്ന ആധുനിക അസീറിയമാർ ഒത്തിരി നമ്മുടെ ഇടങ്ങളിലുണ്ട്. തിരിച്ചറിവില്ലാതെ, ദർശനമില്ലാതെ ജീവിച്ച് ചില കെണികളിൽ അകപ്പെടുന്ന എത്രയോ കൗമാരക്കാരെ, യൗവനക്കാരെ നമുക്കറിയാൻ പറ്റുന്നത്. പണ്ടുള്ള കാലം പോലില്ല. പത്രത്തിൽ ഇപ്പം നമ്മൾ വായിക്കുന്നതൊക്കെ ട്രാപ്പാ മുഴുവൻ, പലതും. ഹണി ട്രാപ്പ്, മണി ട്രാപ്പ്, ഡ്രഗ്സ് ട്രാപ്പ്, കൊട്ടേഷൻ, എല്ലാം ചില കെണികളാണ്. മാതാപിതാക്കളുടെ എല്ലാവരുടെയും നെഞ്ചുലച്ച ഒരു സംഭവമായിരുന്നു തൊടുപുഴയിൽ നടന്നൊരു സംഭവം. അക്ഷയ എന്നാന്ന് തോന്നുന്നു ആ പെൺകുട്ടിയുടെ പേര്. അവൾ MDMA ആയിട്ട് പിടിക്കപ്പെട്ടു. ഞാൻ ഉറപ്പായിട്ട് ചിന്തിക്കുന്നു എന്തോ ട്രാപ്പിലാണ് അവൾ. ട്രാപ്പിൽ പെട്ടുപോയതാണ്. പിടിക്കപ്പെട്ടപ്പോൾ അവൾ വാവിട്ട് കരഞ്ഞത് നമ്മൾ കണ്ടതല്ലേ? ഒരു ക്രിമിനൽ കരയുന്നത് പോലല്ല അവൾ കരഞ്ഞത്. വാവിട്ട് കരയുക. ആരോ ചതിച്ചതായിരിക്കാം. പക്ഷെ ഓർത്തോണം, ട്രാപ്പായിരിക്കാം, ചതിച്ചത് ആയിരിക്കാം, ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചതായിരിക്കാം. പക്ഷെ അവൾക്ക് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ പറ്റുമോ? അവളെ പറ്റി അറിഞ്ഞപ്പോഴാണ് നമ്മളെ അല്പം കൂടെ നടുക്കുന്നത്. അവൾ പഠിച്ച് ചെറുവത്തൂർ സ്കൂളിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അവൾ ഗ്രാജുവേഷൻ 85% മാർക്ക് മേടിച്ചവളാ. സോഷ്യോളജിക്ക് അക്കാഡമിക് രംഗത്ത് വളരെ മിടുക്കി, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഉള്ള ഒരു പെൺകുട്ടി. അവൾ MDMA ആയിട്ട് പിടിക്കപ്പെട്ടപ്പോഴത്തേക്ക് തകർന്നുപോയി പേരൻസ്. ഒരിക്കലും അവർ ചിന്തിച്ചില്ല തങ്ങളുടെ മകൾക്ക് ഇങ്ങനൊരു കാര്യം സംഭവിക്കുമെന്ന്.
സുബോധം പോലും നഷ്ടപ്പെട്ട ഇപ്പോൾ അവൾ. ഒത്തിരി കെണികൾ ഇക്കാലത്തുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, കെണികളിൽ നിന്ന് മാറി നടക്കാൻ, ട്രാപ്പിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ, ദർശനത്തോടെ വിവേകത്തോടെ എല്ലാത്തിനെയും സമീപിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം. ഒരു കാര്യം ഓർത്തോണം, ഒരു ചുവട് പിഴച്ചാൽ 70 ചുവട് തിരിച്ചു നടന്നാലും കയറാൻ പറ്റില്ല. എനിക്ക് കൗമാരക്കാരോട് പറയാനൊരു കാര്യമുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റാണ് ഇത്, ടേണിംഗ് പോയിന്റ്. ഒരു ചുവട് വഴുതിയാൽ 70 ചുവട് തിരിച്ചു നടന്നാൽ കയറാൻ പറ്റുമോ? പെൺകുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് സ്നേഹപൂർവ്വം പറയാനുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയായിരിക്കണം. അമ്മ അറിയാത്തതൊന്നും ജീവിതത്തിൽ കാണരുത്. അഥവാ ഉണ്ടെങ്കിൽ കാല് വഴുതാൻ സാധ്യതയുണ്ട്. ആറ്റുകാലിൽ ഒരമ്മയ്ക്കുണ്ടായ ദുരന്തം നമ്മുടെ മനസാക്ഷി ഭയപ്പെടുത്തുക, ഞെട്ടിപ്പിക്കുകയാണ്. തിരുവനന്തപുരം ആറ്റുകാലിൽ ബിന്ദു എന്ന അമ്മയുടെ മകൾ നിമിഷ കാസർഗോഡ് സെഞ്ചുറി ദന്തൽ കോളേജിലെ മിടുക്കിയായ വിദ്യാർത്ഥിനിയായിരുന്നു. രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച തിരോധാന കേസിലെ പരാതിക്കാരിയെ ബിന്ദു എന്ന അമ്മ. അവൾ പഠിച്ച ഇടങ്ങളിൽ ഒരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പമുണ്ടാകുകയും ഒടുവിൽ അവനെ വിവാഹം കഴിക്കാൻ വേണ്ടി മതം മാറി ഫാത്തിമ എന്ന പേര് സ്വീകരിക്കുകയും IS ചേരാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു. അന്നു മുതൽ നെഞ്ചു നീറി കഴിയുകയാണ് അമ്മ. അഫ്ഗാനിസ്ഥാനിൽ ചെന്ന യാഹിയ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒന്നെങ്കിൽ ഇപ്പോൾ അവൾ മറ്റൊരു ചാവേർ ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ചാവേറുകളുടെ അടിമയായിരിക്കാം. അമ്മ അവസാനം മകളെ പറ്റി കേട്ട വാർത്ത എന്താണെന്നറിയാമോ? തൻ്റെ മകൾ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ളത്. അമ്മ കേൾക്കേണ്ട വാർത്തയാണോ ഇത്? വാവിട്ട് കരഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്. അവൾ കാണാതായത് 2016 ജൂൺ മാസം 4-ാം തീയതിയായിരുന്നു. അതിൻ്റെ തലേ ദിവസം വരെ 3 നേരം അവളെ വിളിച്ചിരുന്നു, അവളുടെ എല്ലാ കാര്യങ്ങളും ചോദിച്ചിരുന്നു. എന്നിട്ടും എന്തേ അവൾ മതം മാറിയതും വിവാഹം കഴിച്ചതും തൊട്ടടുത്ത ദിവസം അവൾ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നതും ഒന്നും ഞാൻ അറിയാതെ പോയത്? പിച്ച വെച്ച നാൾ മുതൽ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും താങ്ങായി തണലായി നിന്ന മാതാപിതാക്കളെ മറന്നുകൊണ്ട് ചിലയിടങ്ങളിലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾ കെണികളിൽ അകപ്പെടുന്നുണ്ടോ? ഒത്തിരി കെണികളുണ്ട്. അസീറിയ സ്നേഹം ഭാവിച്ച് അറ്റാക്ക് ചെയ്തതുപോലെ എന്തെല്ലാം കെണികളാണെന്നറിയാമോ? തിരുവനന്തപുരത്ത് നടന്ന മറ്റൊരു സംഭവം, 9-ാം ക്ലാസ്സുകാരനാണ് ജ്യൂസിൽ മയക്കുമരുന്ന് കൊടുത്തിട്ട് സഹപാഠികളായ വിദ്യാർത്ഥിനികളെ ചൂഷണം ചെയ്തത്. കണ്ണ് നിറഞ്ഞ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ മുൻപിൽ കെണികളുണ്ടെന്നുള്ളത് അവരുടെ അടുക്കൽ പറഞ്ഞു കൊടുക്കണം. ഒന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുമോ? എന്തേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനാകുന്നു? നമ്മുടെ പള്ളികളിൽ പഠിച്ച വേദപാഠങ്ങളും ജ്ഞാനസ്നാനം സ്വീകരിച്ച മാമോദീസ തൊട്ടിയും വിശുദ്ധ മദ്ബഹായുടെ മുൻപിൽ നിന്ന് സ്വീകരിച്ച വിശുദ്ധ കുർബാനയും കർത്താവിൻ്റെ തിരുശരീരങ്ങളൊക്കെ മറന്നുകൊണ്ട് എന്തേ ഇങ്ങനെ കെണികളിൽ പോകുന്നു? മംഗളം ദിനപത്രത്തിൽ പരമ്പരയായി വന്നൊരു വാർത്തയായിരുന്നു, കണ്ണ് കാണാത്ത പ്രണയവും കണ്ണ് കെട്ടിയ നീതിയും. ഒരു ജഡ്ജിനുണ്ടായ അനുഭവം വേദനയോട് റിപ്പോർട്ടറോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സാണ് അതിൻ്റെ ടൈറ്റിലായിട്ട് കൊടുത്തത്, കണ്ണ് കാണാത്ത പ്രണയവും കണ്ണ് കെട്ടിയ നീതിയും. ആ പരമ്പരയിൽ പറയുന്നു, ചിലയിടങ്ങളിൽ നിന്ന് നമ്മുടെ ചില പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങിപ്പോകുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ അറിയാം, കൂടുതലും നമ്മുടെ കൂട്ടത്തിലുള്ള ക്രിസ്ത്യൻ പെൺകുട്ടികളാണ്. ഏറെ വേദനിക്കുന്ന മാതാപിതാക്കൾ പോലീസിൽ പരാതി കൊടുക്കുന്നു, അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് കോടതിയിൽ ഹാജരാക്കുന്നു. ഒരു സൈഡിൽ അപ്പനും അമ്മയും വാവിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു, മറു സൈഡിൽ അവനോടൊപ്പം നിൽക്കുന്നു. കോടതി കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. അവസാനം കോടതി ഒരു ചോദ്യം ചോദിക്കും, അപ്പൻ്റെ അമ്മയുടെയും കൂടെ പോകുന്നോ അത് അവൻ്റെ കൂടെ പോകുന്നോ? എത്ര തെറ്റ് ചെയ്താലും കുഴപ്പമില്ല മോളെ, തിരിച്ചു വന്നോ, ഞങ്ങൾ ചേർത്ത് കൊള്ളാം, വേണ്ടതെല്ലാം തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുക മാതാപിതാക്കൾ. കോടതി പറയുകയാണ്, 95% കേസസിലും നൊന്ത് പ്രസവിച്ച
മാതാവിനെയും കഷ്ടപ്പെട്ട് വളർത്തിയ പിതാവിനെയും ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ ചങ്കൂറ്റത്തോടെ ഇന്നലെ കണ്ട ഒരു ചെറുക്കൻ്റെ കൈ പിടിച്ചിട്ട് പറയുക, ഇവനോടൊപ്പാ പോകുന്നതെന്ന്. എന്തേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആകുന്നു? എന്തേ ഇങ്ങനെ കെണികളിൽ പെട്ടുപോകുന്നു? എനിക്ക് കൗമാരക്കാരോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. ചൂസിങ് എ പാർട്ട്ണർ ഈസ് ലൈഫ് ചേഞ്ചിങ് പ്രോസസ്. ജീവിതം മാറ്റിമറിക്കുന്നതാണ് പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത്. അത് ചുമ്മാതെ പ്രണയത്തിൻ്റെ പേരിലാകരുത്, കുഞ്ഞു സൗഹൃദങ്ങളുടെ പേരിൽ മാത്രമാകരുത്. അതിനപ്പുറം ആഴമായ ദർശനം അതിനുണ്ടാകണം. അല്ലെങ്കിൽ ഒരു കെണിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുമോ? കണ്ണ് നിറഞ്ഞ് നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കൗമാരക്കാർ ഓർത്തോണം, ഓരോ ചുവടും ശ്രദ്ധയോടാകണം. ഒരു ചുവട് പോയി കഴിഞ്ഞാൽ, കെണിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റില്ല. ഇസ്രായേലേ, എഫ്രൈമേ, നിന്റെ പ്രശ്നം ഞാൻ പറയാം. നീ പൊട്ടപ്രാവാ, തിരിച്ചറിവില്ലാത്തതാ. നിന്നിലേക്ക് ആസന്നമാകുന്ന ദുരന്തങ്ങളെ നിനക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കെണികളെ നിനക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. 5:7-16 അവർ തിരിയുന്നു, മേലോട്ടല്ലതാനും അവർ വഞ്ചനയുള്ള വില്ല് പോലെയാകുന്നു. ഇസ്രായേലേ, എഫ്രൈമേ, നിങ്ങൾ വഞ്ചനയുള്ള വില്ലാണ്. ഡിസൈറ്റ്ഫുൾ ബോ, വഞ്ചനയുള്ള വില്ല്, ചതിക്കുന്ന വില്ല്, വഞ്ചനയുള്ള വില്ല്. അത് ലക്ഷ്യത്തിലെത്തത്തില്ല, ലക്ഷ്യം തെറ്റിപ്പോകും. ഈ വാക്യത്തിൽ തന്നെ പറയുകയാണ്, അവർ തിരിയുന്നു, മേലോട്ടല്ലതാനും. ലക്ഷ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ലക്ഷ്യത്തിൽ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ വില്ലിൽ നിന്ന് പോകുന്ന അസ്ത്രം കൃത്യതയോടെ എത്തുമോ? ഇസ്രായേൽ അതുപോലെ ലക്ഷ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് പോകുന്ന അമ്പ് ലക്ഷ്യം തെറ്റിപ്പോകുന്നു എന്ന് പറയുകയാണ്. പുരാണത്തിൽ അർജുനനെ പറ്റി പറയുന്നുണ്ട്. അർജുനൻ്റെ ഗാന്ധീവം എന്ന വില്ലിനെ പറ്റി പറയുന്നുണ്ട്. അർജുനൻ്റെ ഗാന്ധീവം എന്ന വില്ലിൽ നിന്ന് തൊടുക്കുന്ന അസ്ത്രം എടുക്കുമ്പോഴൊന്ന്, തൊടുക്കുമ്പോൾ 10, പായുമ്പോൾ 100, കൊള്ളുമ്പോൾ 1000 എന്നൊക്കെയാണ് പറയുന്നത്. പുരാണത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ആത്മീക അർത്ഥം നമ്മൾ എടുത്താൽ മതി. അതിൻ്റെ അർത്ഥം എന്താ? അത്ര പവർഫുള്ളാണ് ആ അസ്ത്രം എന്ന. ഗാന്ധീവം എന്ന വില്ലിൽ നിന്ന് പോകുന്ന അസ്ത്രം പവർഫുള്ളാണ്, കൃത്യതയോടെ പോകും, ലക്ഷ്യത്തിലെത്തും. ഇസ്രായേലേ, നീ വഞ്ചനയുള്ള വില്ലാണ്. ഇസ്രായേലേ, നീ ചതിക്കുന്ന വില്ലാണ്. നിന്റെ അസ്ത്രമൊന്നും ലക്ഷ്യത്തിലെത്തത്തില്ല. 127-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാം വാക്യം, വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അങ്ങനെയെങ്കിൽ നമ്മൾ ഓർത്തോണം, നമ്മളിൽ നിന്ന് പായുന്ന അസ്ത്രങ്ങളാണ് മക്കൾ. അങ്ങനെയെങ്കിൽ മക്കൾ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ വില്ല് നേരെയാകണം, നമ്മൾ നേരെയാകണം. നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി ആശങ്കപ്പെടുമ്പോൾ തന്നെ ചിന്തിക്കണം, മാതാപിതാക്കളായ നാം അതിനനുസരിച്ച് ജീവിക്കുന്നവരാണോ എന്ന് നമുക്ക് ചിന്തിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്താൻ, മോൾഡ് ചെയ്യാൻ തക്കവണ്ണമുള്ള, അവരെ ലക്ഷ്യത്തിലെത്തിക്കാൻ തക്കവണ്ണമുള്ള, കൃത്യതയോടെ അവർ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തക്കവണ്ണമുള്ള ഒരനുഭവം രൂപപ്പെടുത്താൻ നമ്മുടെ കുടുംബങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ഇടങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ആത്മീക സമൂഹത്തിന് കഴിയുന്നുണ്ടോ? ഒരു 19 വയസ്സുകാരൻ, ഒരു കൗമാരക്കാരൻ പഠിക്കാനായിട്ട് ബാംഗ്ലൂരിൽ പോയി. അവനൊരിക്കൽ എൻ്റെ അടുക്കൽ പറഞ്ഞു, അച്ഛൻ, ഞാൻ പഠിക്കാനായിട്ട് പോയി, എൻ്റെ സുഹൃത്തുക്കൾ മിക്കവരും കള്ളു കുടിക്കുന്നവരായിരുന്നു. പക്ഷെ ഞാൻ ഒരു തുള്ളി കള്ളു കുടിച്ചില്ല. കാര്യം എന്താണെന്നറിയാമോ? ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയാണ് ഓർക്കുന്നത്. അച്ഛൻ പറ, എനിക്ക് കള്ളു കുടിക്കാൻ പറ്റുമോ എന്ന്. 19 വയസ്സുകാരൻ, ഒരു ചെറുപ്പക്കാരൻ പറയുക, എന്തെല്ലാം പ്രലോഭനങ്ങൾ വന്നാലും, എന്തെല്ലാം സമ്മർദ്ദങ്ങൾ വന്നാലും എൻ്റെ ചൂട് വഴുതുകയില്ല, കാരണം അതുപോലൊരു അമ്മയാ എനിക്കുള്ളത് എന്ന്. നമ്മെപ്പറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറയാൻ പറ്റുമോ? ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളിൽ അടിപതറിപ്പോകില്ല, അതുപോലൊരു മാതാപിതാക്കളാ എൻ്റെ മാതാപിതാക്കളെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? മലയാളത്തിലെ കാർക്കശ്യ നിരൂപകനായ
കൃഷ്ണവാര്യർ ആത്മകഥാപരമായൊരു അഭിമുഖം കലാകൗമുദിക്ക് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തോട് അഭിമുഖം നടത്തിയ ആൾ ചോദിച്ചു, സാർ, അങ്ങ് എന്നെങ്കിലും ഒരു ആത്മകഥ എഴുതുമ്പോൾ എന്തായിരിക്കാം ആദ്യം എഴുതുന്നത്? അദ്ദേഹം പറഞ്ഞു, നല്ല തന്തയ്ക്കും നല്ല തള്ളയ്ക്കും പിറക്കുന്നതാണ് ജീവിതത്തിലെ സുഹൃതം. നല്ല തന്തയ്ക്കും നല്ല തള്ളയ്ക്കും പിറക്കുന്നതാണ് ജീവിതത്തിലെ സുഹൃതം. തൻ്റെ അപ്പൻ്റെ അസന്മാർഗിക ജീവിതങ്ങൾ, അത് കുടുംബത്തിലുണ്ടാക്കിയ വിഷയങ്ങൾ, കുഞ്ഞു മനസ്സിനെ തളർത്തിയത് ഓർത്താണ് കൃഷ്ണവാര്യർ അത് പറഞ്ഞത്. നമ്മുടെ കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്യാൻ തക്കവണ്ണം പറ്റുന്ന ഒരു അനുഭവം നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ പള്ളികൾ കഴിയുന്നുണ്ടോ? മദ്യപാനത്തിൽ പെട്ടുപോയ ഒരാളോട് കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞ് ഒടുവിൽ അവൻ എൻ്റെ അടുക്ക പറഞ്ഞു, അച്ഛൻ, ഞാൻ ആദ്യം കുടിച്ച എവിടെ നിന്നാണെന്നറിയാമോ? പള്ളിയിൽ നിന്നാണ് കുടിച്ചത്. ക്രിസ്മസ് കരോളിന് ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് മദ്യപിച്ചു. എന്തിനാ നമ്മുടെ പള്ളികൾ ഇങ്ങനെ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തിയില്ലെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. സ്വഭാവ വൈകൃതങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ തക്കവണ്ണം നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളോ നമ്മുടെ പെരുന്നാളുകളോ മാറരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്യണം. ഓർത്തോണം, ഒന്നാമത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ നാട്ടിൽ കുറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. കാരണം മൈഗ്രേഷൻ അല്ലേ ഇപ്പോഴ്. പണ്ടൊക്കെ മിഡിൽ ഈസ്റ്റിലായിരുന്നു, തിരിച്ചു വരുമായിരുന്നു. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന കൗമാരക്കാരൊന്നും തിരിച്ചു വരില്ല. അവരവിടെ സെറ്റിൽഡാണ്. ഒന്നാമത് നമ്മുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുക. പുതിയാവ് പള്ളിയിലെ 2021-22 ഡെത്ത് രജിസ്റ്റർ ഞാൻ കൃത്യമായിട്ട് പരിശോധിച്ചു. 75 പേരാണ് മരിച്ചത്. മാമോദീസ രജിസ്റ്റർ പരിശോധിച്ചു, 40 പേരുടെ മാമോദീസയെ നടത്തിയിട്ടുള്ളൂ. ഓർത്തോണം, ഇതിനകത്തു നിന്നാണ് 40-60% മൈഗ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പേരേ ഉള്ളൂ. ആ ഉള്ളവരെ പോലും മോൾഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തോ പ്രയോജനമാണ്? നിങ്ങൾ എന്തെല്ലാം ഉണ്ടാക്കിയാലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോയാൽ പോയി. അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. കുഞ്ഞുങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം തൊഴിലവസരങ്ങൾ കുറയുന്നു, സോഷ്യൽ സെക്യൂരിറ്റി ഇല്ല, ഇവിടുത്തെ റിസർവേഷൻ, അവസരവാദം, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, നമ്മുടെ സർവകലാശാലകളുടെ പഠനങ്ങളുടെ മൂല്യച്യുതികൾ, പലതും കാരണമുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്നവരെങ്കിലും മോൾഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ. അഡോൾഫ് ഹിറ്റ്ലർ, ആ പേര് കേട്ടാൽ പോലും നമുക്ക് പേടി തോന്നുന്ന ആളാണ്. 60 ലക്ഷം യഹൂദന്മാരെ കശാപ്പ് ചെയ്ത മനുഷ്യൻ, ഗ്യാസ് ചേമ്പറിലൊക്കെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്, മെയിൻ കാഫ്. വായിക്കുമ്പോൾ അറിയാതെ അയാളോട് സഹതാപം തോന്നും. അതിൽ അഡോൾഫ് ഹിറ്റ്ലർ പറയുന്നത് ഇങ്ങനെ: നന്നേ ചെറുപ്പത്തിൽ തൻ്റെ അമ്മ ഒരു കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയി. രണ്ടാനമ്മയുടെ കൊടും ക്രൂരതയുടെ നടുവിലാണ് വളർന്നു വന്നത്. കുടിച്ചു കൂത്താടി വീട്ടിൽ വരുന്ന അപ്പൻ്റെ മുൻപിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ രണ്ടാനമ്മ കുറ്റങ്ങൾ പറഞ്ഞു കേൾപ്പിക്കും. ബോധമില്ലാത്ത ആ മനുഷ്യൻ ഏതെങ്കിലും മരത്തിൽ എന്നെ കെട്ടിയിടും, ചാട്ടമാർ കൊണ്ടടിക്കും. ബോധം നശിക്കുന്നത് വരെ, ചോര വാർന്നൊഴുകുന്നത് വരെ അത് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കൽ പോലും എൻ്റെ അപ്പ എന്നെ പേര് വിളിച്ചിട്ടില്ല. അയാൾക്ക് വിളിക്കണമെന്ന് തോന്നുമ്പോൾ അയാൾ എന്നാ ചെയ്യുമെന്നറിയാമോ? നാക്കുയർത്തി 2 വിരൽ നാക്കിനിടയിലിടും, ഒരു പട്ടിയെ പോലൊരു ശബ്ദം പുറപ്പെടുവിക്കും. അപ്പം ഞാൻ ഓടിയെത്തണം, ഇല്ലെങ്കിൽ അയാളുടെ ക്രൂരത മുഴുവൻ എൻ്റെ നേർക്കാണ്. അധികം താമസിയാതെ എൻ്റെ അപ്പം മരിച്ചു. അന്ന് അപ്പനെ അടക്കി ആ കല്ലറയുടെ മുൻപിൽ വെച്ച് ഞാനൊരു പ്രതിജ്ഞ ചെയ്തു. ഞാൻ ആദ്യം പണമുണ്ടാക്കുമ്പോൾ ആദ്യം മേടിക്കുന്ന ഒരു ബുൾഡോസർ ആയിരിക്കും. എന്തിനാണെന്നറിയാവോ? ഈ ചെകുത്താൻ്റെ കല്ലറ പിഴുതു കളയാൻ. കഥയാണോ ഐതിഹ്യമാണോ സംഭവമാണോ എന്ന് എനിക്കറിയില്ല. അഡോൾഫ് ഹിറ്റ്ലറെ പറ്റി പറയുന്നത്, താൻ ആദ്യം കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയപ്പോൾ ബുൾഡോസർ മേടിച്ചത്രേ അപ്പൻ്റെ കല്ലറ പിഴുതു കളഞ്ഞെന്ന്. മെയിൻ കാഫിൻ്റെ വരികളുടെ ഇടയിലൂടെ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് മാതൃകയാകുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ചേർത്ത് പിടിക്കുന്ന, എന്നെ രൂപപ്പെടുത്തുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ആകയില്ലായിരുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രയോറിറ്റി, നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ തലമുറയാണ്. തലമുറ പോയാലെല്ലാം പോയി. അതുകൊണ്ട് തലമുറകളെ രൂപപ്പെടുത്തണം. എന്തെല്ലാം നേടിയാലും എന്തെല്ലാം ഉണ്ടാക്കിയാലും നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയാലെല്ലാം പോയില്ലേ? എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. ഇസ്രയേലിനെ പറ്റി, അവരുടെ പാളിച്ചയെ പറ്റി 5 ബിംബങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്,
നിന്റെ സ്നേഹം വാത്സല്യം പ്രഭാതമേഘം പോലെ രാവിലത്തെ മഞ്ഞ് പോലെ നീങ്ങിപ്പോകുന്നതാണ്, ഉരുകിപ്പോകുന്നതാണ്. നമ്മുടെ ദൈവം എന്താ അങ്ങനാണോ? അല്ല, അത് സ്ഥായിയായി നിലനിൽക്കേണ്ടതാണ്. ജീവിതത്തിൻ്റെ സുഖങ്ങളിൽ നീങ്ങിപ്പോകുന്നതും ശോധനകളുടെ ചൂടുകളിൽ ഉരുകിപ്പോകേണ്ടതുമല്ല. സ്ഥായിയാകണം, സ്റ്റേബിൾ ആകണം, ഡീപ്പ് റൂട്ടഡ് ആകണം. ഇസ്രയേലെ, നീ ഹീറ്റഡ് ഓവനാണ്, ചൂട് പിടിപ്പിച്ച അപ്പക്കല്ല. പുറമേ ദൈവത്തോടൊപ്പമെന്ന് അഭിനയിക്കുന്നു, വേഷം കെട്ടുന്നു, പക്ഷേ അകമേ എല്ലാ തിന്മകളും കൊള്ളരുതായ്മകളും ഉണ്ട്. ആരും കാണാതെ ചില തിന്മകളെ താലോലിക്കുന്നുണ്ട്. ഇത് വെച്ചുകൊണ്ട് നിനക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെ ഉപേക്ഷിക്കണം. രഹസ്യ ജീവിതത്തിലെ പാളിച്ചകളോ മലിനതകളോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണ് നിറഞ്ഞേറ്റു പറഞ്ഞ് യഥാസ്ഥാനപ്പെടാൻ തക്കവണ്ണം നമുക്കിടയാകണം. ഇസ്രയേലെ, നീ മറിച്ചിടാത്ത ദോശയാണ്, ഹാഫ് ബേക്കഡ് കേക്കാണ്. ദൈവത്തോടുള്ള ബന്ധം പേരിന്, ലോകവും ലോകത്തിൻ്റെ സുഖങ്ങളും ലോകത്തിൻ്റെ സമ്പത്തുകളുമാണ് എല്ലാം. എത്ര കാലം നിനക്കിതിൽ മുന്നോട്ട് പോകാൻ പറ്റും? നൊമ്പരപ്പെടുന്നവനെ കാണാതെ സുഖങ്ങളുടെ പട്ടുമത്തയിൽ എത്ര നാൾ നിനക്ക് ശയിക്കാൻ പറ്റും? മറിച്ചിടാത്ത ദോശ യൂസ്ലെസ് ആണ്. യൂസ്ഫുൾ ആകണം ജീവിതം. നാം ഇടപെടുന്ന ഇടങ്ങളിലും പ്രവർത്തിക്കുന്ന ബന്ധാവുകളിലും കുറച്ചുകൂടെ ഫലദായകമാകണം, പ്രയോജനകരമാകണം. ഇസ്രയേലെ, നീ തിരിച്ചറിവില്ലാത്ത പൊട്ടപ്രാവ. ഒത്തിരി കെണികളുണ്ട്. പുതിയ തലമുറയുടെ മുൻപിൽ ചതികളാണ് ഒത്തിരി, വഞ്ചനകളാണ് ഒത്തിരി, കബളിപ്പിക്കലാണ് ഒത്തിരി. അത് തിരിച്ചറിഞ്ഞ് അതിനെ ഒഴിവാക്കി ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ഇസ്രയേലെ, നീ വഞ്ചനയുള്ള വില്ല. നിന്നിൽ നിന്ന് പോകുന്ന അസ്ത്രങ്ങളൊന്നും ലക്ഷ്യത്തിലെത്തുന്നില്ല. ഓർത്തുകൊള്ളണം, ഈ തലമുറയുടെ അടുത്ത തലമുറയാണ് അസീറിയയിലേക്ക് പ്രവാസികളായി പോകുന്നത്. തലമുറകളെ മറന്ന് ജീവിച്ച ഇസ്രയേൽ കൊടുക്കേണ്ട വലിയ വില BC 721 അവരുടെ സന്തതി പരമ്പരകളെ മുഴുവനും അടിമകളായി അസീറിയയിലേക്ക് കൊണ്ടുപോകുന്നു. ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചിട്ടും തിരിച്ചറിയുന്നില്ലെങ്കിൽ, തിരിച്ചു കയറുന്നില്ലെങ്കിൽ അത് ജീവിതത്തിൻ്റെ പരാജയമാണ്. അവസരങ്ങൾ ലഭിച്ചിട്ടും കളഞ്ഞു കുളിച്ചാൽ ഒരു കാലത്തും തിരിച്ചു വരാൻ പറ്റില്ല. തമ്പുരാനെ, അവിടുന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ ഇടർച്ചകൾ, അകൽച്ചകൾ, പാളിച്ചകൾ തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ ഞങ്ങൾക്കിടയാകണമെന്ന് പ്രാർത്ഥിക്കാം. ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, ബെസ്റ്റ് വേ ടു പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ ഈസ് ടു ക്രിയേറ്റ് ഇറ്റ്. ഭാവിയെ പ്രവചിക്കാൻ പറ്റുന്നത് അത് വർത്തമാനകാലത്ത് സൃഷ്ടിക്കുമ്പോഴാണ്. അല്ലാതെ ഭാവിയിലൊന്നും അത്ഭുതങ്ങൾ ഉണ്ടാകുകയില്ല. അതിനെ സൃഷ്ടിക്കാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. വരുവീൻ, നമുക്ക് യഹോവയിലേക്ക് മടങ്ങി വരാം. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ മുറിവേൽപ്പിച്ചിരിക്കുന്നു, അവൻ നമ്മുടെ മുറിവ് കെട്ടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിക്കട്ടെ.